ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വഴുതനങ്ങ വട്ടത്തിൽ കട്ട് ചെയ്ത് ഒരു ബേസണിൽ അല്പം വെള്ളം എടുത്ത് അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇവനെ അങ്ങ് മുക്കി വെക്കുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കുക. ആ ഒരു സമയത്തേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബേസണിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനെ ഒന്ന് ചാന്താക്കി മാറ്റുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ച വഴുതനങ്ങ ഓരോന്നായി എടുത്ത് അതിനെ 2 വശവും നന്നായിട്ട് ചാന്ത് തേച്ചങ്ങ് പിടിപ്പിച്ചെടുക്കുക. അങ്ങനെ എല്ലാ പീസിലും തേച്ച് പിടിപ്പിച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് അല്പം ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ മുക്കി വെച്ച മസാലയൊക്കെ തേച്ച് മുക്കി വെച്ച നമ്മളുടെ വഴുതനങ്ങ ഓരോന്നായി എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എന്താ 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.